എല്ലാവർക്കും ഒരു ഹായ്. ഇപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ ആനിമൽ സീരീസിന്റെ എപ്പിസോഡ് 102 ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ന്യൂസാണ് തടി കേട്ടെന്ന് എന്തു പറയേ. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഏൻഷ്യന്റ് ക്ലാനിനെ പറ്റി പറയുകയാണ്. അതിൽ ഡൗഡി അല്ലെങ്കിൽ ഡൗ ഗോഡ് ബ്ലഡ് ലൈൻ അത് ഹിസ്റ്ററിയിൽ ഒരാൾക്ക് മാത്രമാണ് ഉള്ളത്. അതിനുശേഷം ഉള്ളവരാരും തന്നെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഡൗ ഗോഡ് ബ്ലഡ് ലൈനിന്റെ ഇൻഹെറിറ്റ് ആകണമെങ്കിൽ വളരെയധികം ലക്ക് വേണം. ഈ കോണ്ടിനെന്റിൽ കുറച്ച് ഏൻഷ്യന്റ് ക്ലാനിന് മാത്രമാണ് ഡൗ ഗോഡ് ബ്ലഡ് ലൈൻ പറ്റി ഇൻഹെറിറ്റ് ആകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷിയോയിന് അത് കേട്ട് അതിശയം. അതുകൊണ്ടാണ് യൂണർ ഡൗ സോങ് ലെവൽ ആയതിനു ശേഷം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞതിന് കാരണം. ഷിയോയിനെ ജിൻഗു വിളിച്ചിട്ട് ഇത് നോർമലാണ്, നോക്കുമ്പോൾ ജിൻഷിയുടെ ബോധം പോയി. ഇത് നോർമൽ തന്നെയാണ്. എവിടെയാണ് ഏൻഷ്യന്റ് ക്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സെൻട്രൽ പ്ലെയിനിലെ ഈസ്റ്റ് ഭാഗത്തായിട്ട് ഉള്ളത് കേട്ടിട്ടുണ്ട്. ഇന്ന് ഏൻഷ്യന്റ് ക്ലാനിന് വളരെ വലിയ ഫോഴ്സ് അവർ ഏൻഷ്യന്റ് റിലം അവിടെയാണ് ഉള്ളത്. അതെവിടെയാണെന്ന് അറിയില്ല. ഈ ഏൻഷ്യന്റ് റിലം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊരു ഡൗഷങ് അല്ലെങ്കിൽ ഡൗ സെയിന്റ് ആയ ഒരാൾ വോയിഡ് പോലെ അതിനുള്ളിൽ കവറായിട്ടാണ് ഉള്ളത്. എന്നാൽ അതിന്റെ പവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഡൗ ഗോഡ് ആയ പിന്നെ അവർക്ക് ഈ ലോകത്ത് നിൽക്കാൻ കഴിയില്ല. ഡൗ സെയിന്റ് ആണ് പിന്നെ അവസാനമായിട്ട് വരുന്നത്. അതുപോലെ ഡൗ വെനറേറ്റ് ആയവരെ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അവർ തന്നെ എത്രമാത്രം സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഡൗ സെയിന്റ് അവരുടെ മാസ്റ്ററിനെ രക്ഷിച്ചിട്ട് ഏൻഷ്യന്റ് ക്ലാനിലേക്ക് പോകണം എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ജിൻഷിയുടെ ഫയർ വോയിസിന് അത് പൂർണ്ണമായിട്ട് മാറി അവർ നന്ദി പറയുന്നു. ഇനി എന്താണ് നിന്റെ അടുത്ത പ്ലാൻ എന്ന് ചെയ്യുമ്പോൾ അവൻ ഏൻഷ്യന്റ് ക്ലാൻ ഉള്ളത് ആയിട്ട് അറിയുന്ന ഈസ്റ്റിലേക്ക് പോവുകയാണ്. അവിടെയായിട്ടാണ് ഈസ്റ്റ് വിൻഡ് തണ്ടർ പൗലിയൻ. അതേ സ്ഥലത്ത് തന്നെയാണ് ആ കോൺഫറൻസ് 4 പൗലിയൻ വരുന്നതും അത് നടക്കാൻ പോകുന്നത്. ഫെങ്ങിനെ കാണണമല്ലോ. അവനോട് കെയർഫുൾ ആകാൻ പറയുന്നുണ്ട്. കാരണം വിൻഡ് തണ്ടർ പൗലിയൻ അത് പറ്റി ചെയ്യുവാൻ നല്ലൊരു ബന്ധമാണല്ലോ ഉള്ളത്. അതുപോലെ ഫെങ്കിങ്ങൊരു ഡൗസോങ് ആയി എന്നതുപോലെ അല്ല, ഡൗസോങ് ലെവൽ ബ്രേക്ക് ചെയ്യുന്നതിലേക്ക് റീച്ചായി. അതുപോലെ ഹോസ്റ്റ് ചെയ്യുന്നത് അവരാണ്. അവന് ശരിയെന്ന് പറയുന്നു. അതിനുശേഷം പോകുന്നു. അവന്റെ സ്പീഡ് ആകട്ടെ ഡൗസോങ് ആയതുകൊണ്ട് തന്നെ വിങ്സിന്റെ ആവശ്യമില്ല. ഇതാണ് യഥാർത്ഥ ഡൗസോങ്ങിന്റെ സ്പീഡ് എന്നൊക്കെ ഫീൽ ചെയ്തിട്ട്, അതുപോലെ സ്ട്രെങ്ത് അതൊക്കെ ഫീൽ ചെയ്തിട്ട് ആ മാപ്പ് ഉപയോഗിച്ച് ഈസ്റ്റിലേക്ക് എത്തി. അത് വളരെ പെട്ടെന്ന് അവിടെ കോൺഫറൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേരാണ് വരുന്നത് കാണാൻ. അവിടെ സ്ട്രോങ് ആയ വിൻഡ് തണ്ടർ എനർജി അതുകൊണ്ടെന്ന് അവന് മനസ്സിലായി. അങ്ങനെ വരുമ്പോഴാണ് അന്ന് ഫെങ്കിങ്ങിന്റെ കൂടെ കൊണ്ട 2 പേര് എൽഡേഴ്സ് സിയോനെ നേരിട്ട് അറിയില്ലെങ്കിൽ അത് മനസ്സിലാകുകയാണെങ്കിൽ അത് വെനറേറ്റബിൾ ഫെങ്ങിനെ കാണാൻ കഴിയില്ല. പേര് മറക്കണ്ട ഫെങ്സുൻഷി ഫെങ്ങെന്ന് തന്നെ പറയാം. കാരണം മീറ്റ് ചെയ്യാൻ പോണ എല്ലാവരും ഡൗ വെനറേറ്റ് ആണ്. അവിടെ പുറത്ത് മത്സരം നടക്കുന്നുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കോമ്പറ്റീഷനിൽ കാരണം ഇതിൽ ജയിക്കണം. അതിപ്പോൾ കാണാം. മറ്റേ എൽഡറിനെ പിടിച്ച് നിന്നാൽ മതി. എന്നാൽ തോറ്റു. നിങ്ങൾക്ക് കാണാനാണ് ആഗ്രഹമെങ്കിൽ ഈ വഴി പോകാം. മത്സരിക്കാൻ ക്വാളിഫിക്കേഷൻ ടഫ് വാങ്ങെങ്കിലും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഷിയോയാനാണെങ്കിൽ ഫെങ്ങിനെ കാണാനാണല്ലോ വരുന്നത്. വെറുതെ പോയി ഐഡന്റിറ്റി എക്സ്പോസ് ചെയ്യേണ്ട എന്ന് കരുതി ആ വഴി പിന്നെ പോകുന്നു. എന്നാൽ എൽഡർ ഷിയോനെ നിർത്തി. നിങ്ങൾക്ക് മത്സരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. എന്നാൽ ഞാൻ ഒരാളെ തേടിയാണ് വന്നത്, ഇതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോവാണ്. ഇവൻ നോർമലല്ലേ, പിന്നെ എന്തിനാണ് എത്ര ജാട എന്ന രീതിയിൽ അവിടെ ഉള്ളവന്മാര്. എന്നാൽ ഡൗസോങ് ആണ് എന്നുകൂടെ അറിയാതെ പറയുകയാണ്. കാര്യം ചോദിക്കുമ്പോൾ അവൻ പോയപ്പോൾ എന്റെ ഫയർ ആട്രിബ്യൂട്ട്സ് ആയിട്ട് എന്തൊരു ഫീൽ തോന്നിയതാകാം. അതിനുശേഷം കോൺഫറൻസ് പ്ലേസിൽ ഓർക്കണം, ഇത് ഈസ്റ്റ് വിൻഡ് തണ്ടർ പൗലിയനാണ്. ഇതാകണ മെയിൻ പൗലിയൻ. അവിടെ ഷിയോന് വന്നിരിക്കുന്നു. പെട്ടെന്നാണ് അങ്ങോട്ട് ഗാർഡ്സ് വരുന്നത്. കൂടെ ഫൈറ്റ് ചെയ്യാനുണ്ട്. അവരെല്ലാവരും വെനറേറ്റർ ലെയ് എന്ന വിൻഡ് തണ്ടർ പൗലിയയിലെ മാസ്റ്ററിനെ വെൽക്കം ചെയ്യുന്നു. ലെയ് എന്ന് പറയാം. ലെയ് വന്നപ്പോൾ ഉള്ള എനർജി ഫ്രസ്ട്രേഷൻ അവിടെ ഉള്ളവരെ എല്ലാവരെയും എന്തോ ആക്കി. ഷിയോൻ കണ്ട് ചെറിയൊരു ഭയം തോന്നി. അപ്പോഴേക്കും അടുത്ത ആൾ വന്നു. 10,000 പൗലിയയിലെ ആ സോഡ് സെക്റ്റിലെ മാസ്റ്റർ. ആ സോഡിന്റെ സൗണ്ട് പോലും അവിടെ ഉള്ളവരെ അസ്വസ്ഥരാക്കി. ജിയാൻ എന്നാണ് അയാളുടെ പേര്. ലെയ് വെൽക്കം ചെയ്യുന്നു എന്ന മൈൻഡില്ല. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണാം. പൗലിയനാണല്ലോ, അതൊക്കെ സോൾവ് ചെയ്യാനാണല്ലോ കോൺഫറൻസ്. നേരെ അങ്ങോട്ട് യെല്ലോ സ്പ്രിംഗ് പൗലിയനും എത്തി. യെല്ലോ സ്പ്രിംഗ് പൗലിയൻ വാങ്ചിങ്ങിന്റെ പൗലിയനാണ്. അതിലെ ആ ഹുവാൻ കുവാൻ എന്ന ആള്, അയാളുടെ പേര് അങ്ങനെയാണ്, കുവാൻ എന്ന് പറയാം. അവരെയും വെൽക്കം ചെയ്യുന്നു. എല്ലാവരും വന്നിട്ട് അവനിവിടെ വന്നില്ലല്ലോ. അങ്ങനെ നിൽക്കാൻ അങ്ങോട്ട് ഒരു ഔറ വരുന്നു. ആ ഫീൽ അവർക്ക് മനസ്സിലായി. ഫാളിംഗ് സ്റ്റാർ പൗലിയല്ലേ ഫെങ്സുൻഷി എന്ന് അവർക്ക് മനസ്സിലായി. അവരും അങ്ങോട്ട് വരുന്നു. ഷിയോൻ ഫെങ്ങിനെ കണ്ടപ്പോൾ തന്നെ ഇയാളെ ലോയാലിറ്റിയും സത്യത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് എന്നത് മനസ്സിലായി. ഫെങ്ങിനെ കാണാനാണല്ലോ വന്നത്. നല്ലൊരു മാസ്റ്റർ, നല്ലൊരാളാണെന്ന് അവന് മനസ്സിലായി. ഫെങ്ങിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാസ്റ്ററിനെ രക്ഷിക്കാൻ നല്ലൊരു ഹെൽപ്പ് തന്നെയാകും. അവരങ്ങോട്ട് വന്ന് വെൽക്കം ചെയ്യുന്നു. അതിനുശേഷം ലെയ് വന്നിട്ട് ഇവിടെ വന്നതിന് എല്ലാവരോടും നന്ദി. ഇന്ന് 4 പൗലിയനും കൂടി ചേർന്ന് ആ ടൂർണമെന്റ് നടത്താൻ പോവുകയാണ്. റൂൾസ് എല്ലാവരും പാലിക്കണം. 53 പേരാണ് മത്സരിക്കാനുള്ളത്. ഫൈനലിൽ എത്തുന്നത് 4 പേര്. ഇതിൽ അല്ലാത്ത ആരും അരീനയിലേക്ക് വരരുത്. അതുപോലെ വിക്ടറി ഓർ ഡിഫീറ്റ്, ലൈഫ് ഓർ ഡെത്ത് റൂൾസ് മസ്റ്റായിട്ട് പാലിക്കണം. എല്ലാവരും റെസ്റ്റ് എടുത്ത് ആസ്വദിക്കുക എന്ന് പറഞ്ഞിട്ട് അരീനയിലേക്ക് എല്ലാവരും വിളിക്കുന്നു. 53 പേരാണ് വരുന്നത്. അവർ വന്ന് നിൽക്കുന്നു. അതുപോലെ 4 പൗലിയുള്ള ഡിസിപ്ലിൻസും ഉണ്ട്. അല്ലാതെ മുൻപ് ജയിച്ചു വന്നവർ അങ്ങനെയൊക്കെ വരുവാണ്. ഇതൊന്നും കാര്യമാക്കാതെ ചെയ്യാൻ 3 പൗലിയിലെ മെയിൻ ഡിസിപ്ലിൻസ് എത്തി. എന്ന വിൻഡ് തണ്ടർ പൗലിയിലെ ഡിസിപ്ലായ ഫെങ്കിങ്ങറിനെ കാണുന്നില്ല.
എവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാവരെയും ഒന്ന് മാസാക്കാൻ വേണ്ടി അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആകണം. പിന്നെ വരുന്നു, എല്ലാവരും വന്ന് എടുക്കുന്നു. അങ്ങനെ മത്സരം തുടങ്ങി. അവരെല്ലാവരും പരസ്പരം അടിക്കാനായി തുടങ്ങി. പറന്ന് താഴെ മുകളിൽ കയറി അങ്ങനെ ഗാങ്ങുമായിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്നു. ഗാങ്ങായിട്ട് അറ്റാക്ക് ചെയ്യുന്നവർക്കാണ് ചാൻസ്. ടീമാണല്ലോ. അങ്ങനെ ഒരുത്തനെ അടിച്ചു വീഴ്ത്തി അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നപ്പോൾ അവൻ നിർത്താനായിട്ട് പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ലോങ് നിൽക്കത്തില്ല, നമ്മൾ ചേർന്ന് മത്സരിക്കുകയാണെങ്കിൽ അവരെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഗ്യാങ് ആയിട്ടാണല്ലോ പൗലിയ ഉള്ളവർ അവിടുത്തെ മെയിൻ ഡിസിപ്ലിൻസ് ഒക്കെ ഫൈറ്റ് ചെയ്യുന്നത്. അവരെ ഫൈനലിൽ എത്തിക്കാനേ നോക്കൂ. അത് മനസ്സിലാക്കിയിട്ട് കൈ കൊടുത്തു. എനിമിയുടെ എനിമിയും മിത്രമെന്നാണല്ലോ, എങ്കിലും അവർ തമ്മിൽ എനിമീസാണ്. ചതിക്കാം. എന്നിരുന്നാലും അവർ ഫൈറ്റ് പോകുന്നുണ്ട്. ഷിയോനെ ഇതെല്ലാം ജസ്റ്റ് നോക്കിയിരിക്കുന്നു. അവൻ എങ്ങനെയും മീറ്റ് ചെയ്യണം. ഈ ഒരു ചാൻസ് മിസ്സാക്കാൻ പാടില്ല. എല്ലാവരും അടികടാ കൊല്ലടാ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കിടയിലും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ട് ഇടയ്ക്ക് വാങ്സിന്റെ പ്ലാന്റ് ഫെങ്കുങ്കാരനെ വീഴ്ത്താൻ നോക്കിയെന്ന പ്ലാൻ ഫ്ലോപ്പ്. നിനക്ക് നേരിട്ട് മുട്ടിയാൽ പോലും കഴിയില്ല എന്ന് അവനോട് തന്നെ പറയുന്നു. ജിയാൻ ലെയിനോട് നിന്റെ ഡിസിപ്ലിൻ നന്നായിട്ട് ട്രെയിനിങ് ചെയ്ത് ഫെങ്ങും തണ്ടർ പൗലിയൻ്റെ സ്ട്രെങ്ത് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം അവരാകും ജയിക്കാൻ ചാൻസ്. ലെയ് അതിനെ പുകഴ്ത്തിയത് മതി. നിങ്ങളുടെ ഡിസിപ്ലിൻ വളരെ സ്ട്രോങ് ആണ്. ഒരു സാധാരണ ആ ലെവലുള്ളവർക്ക് പോലും ഫോണിക്സ് ബ്ലഡ് ലൈൻ പവർ അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതെല്ലാം കേട്ട് വാങ്സിന്റെ സ്ട്രെങ്ത് അവരുടെ അത്ര എത്തിയിട്ടില്ല എന്ന് കയറിയാണ് കുവാൻ. എല്ലാ സ്പ്രിംഗ് പൗലിയൻ ഇപ്രാവശ്യം ബോട്ടം വരെ എത്തുകയുള്ളൂ. ഷിയോയിൻ ഇപ്പോഴാണ് സെൻട്രൽ പ്ലെയിനിൽ എങ്ങായ ഒരുപാട് ഡൗഫാങ് ആയവർ ഈ 4 പൗലിയനായിട്ട് തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴാണ് അതിലൊരാൾ കണ്ട് ഷിയോയിൻ ഞെട്ടിപ്പോയി. അത് ലീട്ടിയാനായിരുന്നു. ലീട്ടിയാൻ ഇവനെന്താ ഇവിടെ എന്നാ അതിശയം. കുറച്ച് വർഷം കൊണ്ട് തന്നെ അവൻ ഡൗഫാങ് ലെവലിൽ റീച്ച് ചെയ്തു. പിന്നെ അവൻ്റെ മാച്ച് അത് കാണാനായിട്ട് തുടങ്ങി. അവൻ ചെയ്യുന്ന ഓരോന്നും മനസ്സിലാക്കി പറയുന്നു. മനസ്സിൽ അവൻ്റെ മൂവ്മെൻറ്റ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ എന്നാൽ ഗ്യാങ് ആയിട്ടുള്ളവരാണ് കൂടുതലും. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മാർക്കായി അവിടെയാണ് വാങ്ചെന്നിൻ്റെ ആൾക്കാരുള്ളത്. അവനെ മാറി അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അത് എതിർക്കാനായിട്ട് പോകുന്നു. അതൊരു ട്രാപ്പായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോഴേക്കും അവനെ അടിച്ചിട്ട് അവന് നല്ല പരിക്ക് പറ്റി. അവനെ അടിക്കാനായിട്ട് പിന്നെ വരുന്നു. അവൻ ഗീവ് അപ്പ് ചെയ്തു എന്ന് വാങ്ച പറയുന്നത് പിന്നും അടിക്കുന്നുണ്ട്. അവനെ ചീത്ത വിളിക്കുമ്പോൾ അവൻ പറയുന്ന കേട്ടെ ഞാൻ ഒന്ന് വാമപ്പ് ചെയ്യട്ടെ. അവനെ കൊല്ലാനായിട്ടാണ് നോക്കുന്നത് എന്ന് മനസ്സിലായി. ഷിയോയിൻ അവിടെ ഉള്ളവരാരും തന്നെ തടയുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിൽക്കുമ്പോഴേക്കും പിറകിൽ കത്തിച്ചു. അവനെ കൊല്ലാനായിട്ട് വന്നു. എന്നാൽ ഷിയോയൻ പെട്ടെന്ന് തന്നെ വന്ന് അവനെ രക്ഷിച്ചു. ഷിയോയൻ റൂള് ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർ അവന്ന് വഴക്കുറയാനായിട്ട് വരുമ്പോൾ ഷിയോയനും പറഞ്ഞു ഞാൻ മാത്രമാണ് റൂള് ബ്രേക്ക് ചെയ്തേ. ഷിയോയൻ ഇത് പറയാൻ വന്നതും ലിൻറ്റിയാൻ്റെ വായ അടച്ചു. കാരണം അവൻ അങ്ങനെയൊന്നാണല്ലോ ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നത്. നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പറയാം. ഷിയോൻ അവരോട് ഈ കോമ്പറ്റീഷനിലെ റൂള് ഇവൻ ബ്രേക്ക് ചെയ്തു, തോൽവി സമ്മതിച്ചിട്ടും കൊല്ലാൻ നോക്കി, പിന്നെ എന്നെ മാത്രം എന്തിനാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എന്തിനാണ് ട്രാഷുകളൊക്കെ ഇതിലേക്ക് വലിച്ചെറിയുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊല്ലാൻ നോക്കി എന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ അപ്പോൾ എല്ലാ സ്പ്രിംഗ് പൗലിയിലെ ആൾക്കാരുടെ ക്വാളിറ്റി ഇതാണല്ലേ എന്ന് മുഖത്തടിച്ച് ചോദിച്ചു. അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നീ ആരാണ്, നീ ആരുടെ മാസ്റ്ററാണ് എന്ന് ക്യുവാൻ മനസ്സിലാവൻ്റെ സ്ട്രെങ്ത് എത്രയൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ഷിയോന് കാര്യം പറയുമ്പോൾ ഈ ഒരു ചെറിയ പ്രശ്നം അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് പോവാൻ കോമ്പറ്റീഷൻ തുടങ്ങാം എന്ന് ചോദിക്കുമ്പോൾ റൂള് ബ്രേക്ക് ചെയ്തതുകൊണ്ട് ഇനി ഇപ്പോൾ എന്ത് ചെയ്യണം. അതിന് കുവാൻ പറയുന്നത് 50 തണ്ടർ സ്ട്രൈക്ക് അത് കൊടുക്കാനായിട്ട്. എന്നാൽ ഫെങ് അത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെനറേറ്റബിളിലെ ഈ ഇൻജസ്റ്റിസിൻ്റെ കൂടെ നിൽക്കുമെന്ന്. ജിയാനും ഫെങ് പറഞ്ഞ ശരിയാണ്. അയാളുടെ ഫ്രണ്ടിനെ കൂട്ടി പുറത്ത് പോട്ടെ. അത് കേട്ട് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വാങ്ചെന്നുമായി അവരുടെ ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യട്ടെ, അതിൽ ജയിച്ചാലും അവന് പോകാം. അത് കേട്ട് ലിൻറ്റിയ പറയുന്നുണ്ട് വളരെ സ്ട്രോങ് ആണ്. എന്നാൽ ഷിയോ തന്നെ ആരോടാ അവന് തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.